ചെറുകഥ മഴനൂൽ കനവിലെ അമ്മ. എഴുത്ത് ജയേഷ് മൈനാഗപ്പള്ളി. ഇന്നലെയിലെ രാത്രിയെ ശാന്തമായ ഒരു വിഷാദത്തിൻ്റെ പുതപ്പിൽ മൂടിക്കൊണ്ട് മഴ പെയ്തു തുടങ്ങിയിരുന്നു. മറ്റേതോ ലോകത്തു നിന്നുള്ള രഹസ്യങ്ങൾ എന്നോട് മന്ത്രിക്കുന്ന ഒരു ആത്മാവിൻ്റെ പിറുപിറുക്കൽ പോലെ ജനലിന് നേരെയുള്ള ഒരു വാഴയിലയിൽ ചാറ്റൽ മഴയുടെ തുള്ളികൾ പ്രത്യേക താളത്തിൽ പതിയുന്ന ശബ്ദം. വെളിച്ചം കുറഞ്ഞ എൻ്റെ മുറിയിൽ മഴയുടെ മൃദുവായ ആ ആരവത്തിനിടയിൽ ഞാൻ ഉണർന്നിരുന്നു. ആകാശപാതയിൽ കാർമേഘങ്ങൾ തെന്നി നീങ്ങുന്നത് പോലെ പഞ്ഞിക്കെട്ടുകൾ പോലെ മൃദുലമായ ഓർമ്മകൾ സാവധാനം ഇറങ്ങി വരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ പുറത്ത മഴ ശാന്തമായിരുന്നു, മറ്റൊരു തരത്തിൽ പരുഷവുമായിരുന്നു. ഓർമ്മകളുടെ കെട്ട് നനയാതിരിക്കുവാൻ ഞാൻ നന്നെ പാടുപെടേണ്ടി വരുന്നുണ്ട്. ഉത്തരവാദിത്തങ്ങളുടെ കെട്ടുപാടുകളില്ലാത്ത ഒരു മനുഷ്യനായിരുന്നിട്ടും നികത്താൻ കഴിയാതെ പോയ ഏതോ ഒരു ശൂന്യത ആ ഇരുട്ടിലവിടെ ഒരു നിഴൽ പോലെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ നിഴലിൻ്റെ ആരംഭത്തിൽ നിന്ന് ഭൂതകാലം നീണ്ടു നിൽക്കുന്നതായി തോന്നിയത് ഇതുപോലെയുള്ള ചില രാത്രികളിലാണ്. മഴ അതിൻ്റെ താളപ്പെരുക്കത്തിന് ആക്കം കൂട്ടുകയാണ്. കാലങ്ങൾ കൊട്ടിക്കയറുന്ന ഒരു പഞ്ചാരിമേളം പോലെ അങ്ങനെ സ്വയം ഒരു സ്വപ്നത്തിലേക്ക് ഒഴുകുകയാണ് ഞാനിപ്പോൾ. ഉറക്കത്തിനും ഉണർന്നിരിക്കലിനും ഇടയിലുള്ള ഒരു മനോഹരമായ അതിർവരമ്പിൽ. വഴുക്കൽ നിറഞ്ഞ ആ വരമ്പിൽ ഏറെ നേരം അങ്ങനെ പിടിച്ചു നിൽക്കാനായില്ല. ഒരു വഴുതൽ. കഴിഞ്ഞ ഏതോ ഒരു കാലത്തേക്ക് വീണ്ടും ഒരു കുട്ടിയാവുകയായിരുന്നു വേഗത്തിൽ. സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു വീട്ടിലാണിപ്പോൾ. അവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മ. കാലത്തിൻ്റെ വിദൂരതയിൽ നിന്ന് അമ്മ എത്തിയിരിക്കുകയാണ്. അല്ല, ഞാൻ അവിടേക്ക് ചെന്നിരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മയുടെ ആലിംഗനം പോലെ ആ സാന്നിധ്യം. അതേ പുഞ്ചിരിക്കുമ്പോഴും മാറാത്ത ആ കണ്ണുകളിലെ അതേ വിഷാദഛായ. യഥാർത്ഥ ജീവിതത്തിൽ അത്യപൂർവമായിരുന്ന ആ പുഞ്ചിരി പക്ഷേ ഇപ്പോൾ ആ മുഖത്ത് നീണ്ടു നിൽക്കുന്നുണ്ട്. ആ ആർദ്രതയിൽ അല്പവും കുറവ് വന്നിട്ടില്ല. വീട്ടിലെ ആ പഴയ തടിമേശക്കരികിൽ ഞങ്ങളിരുന്നു. എണ്ണമറ്റ വിഭവങ്ങളാണ് അവിടെ നിരത്തിയിരിക്കുന്നത്. എല്ലാം എനിക്ക് പ്രിയപ്പെട്ടവ. വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. അങ്ങനെ ചോദിക്കാൻ ഒരുങ്ങിയതാണ്. പക്ഷേ തൊണ്ടയിൽ ഒരു മുഴ അനുഭവപ്പെട്ടതുപോലെ എൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഞാൻ കൈ നീട്ടി. എത്ര കാലമായി അമ്മയെ ഞാനൊന്ന് തൊട്ടിട്ട്. നീട്ടിയ കൈ പക്ഷേ അമ്മയിലൂടെ കടന്നുപോയി, പടർന്ന കോടമഞ്ഞിൻ്റെ ഉള്ളിലൂടെ എന്നതുപോലെ. അപ്പോഴുള്ള അമ്മയുടെ നോട്ടം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സങ്കടം നിറഞ്ഞ് ആ കണ്ണിൽ നിന്ന് ഒഴുകുന്നുണ്ട്. അമ്മയുടെ കണ്ണുകൾ. വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ക്ഷീണമുണ്ടവിടെ. തളർന്നതെങ്കിലും വാത്സല്യം നിറഞ്ഞ ആ നോട്ടത്തിൻ്റെ കുളിർ ഞാൻ അറിയുന്നുണ്ട്. കാലം വരുത്തിയ മുറിവുകൾക്ക് മേൽ ഒരു തലോടൽ പോലെ ആ നോട്ടം. അമ്മ എന്തോ പറഞ്ഞല്ലോ. വിളിച്ചതാണോ എൻ്റെ പേര്? ആ ശബ്ദം മൃദുവായ ഒരു മന്ത്രണം പോലെ മഴയുമായി ലയിച്ചുപോയി. അത് സാരമില്ല, എനിക്ക് അങ്ങോട്ട് ഒരുപാട് പറയാനുണ്ടല്ലോ. ആഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അമ്മ പോയതിൽ പിന്നെ ജീവിച്ച വർഷങ്ങൾ. പക്ഷേ വാക്കുകൾ അപര്യാപ്തമായതുപോലെ. ആ നിമിഷത്തിൻ്റെ അത്യധികമായ ആഹ്ലാദത്തിൻ്റെ കുത്തൊഴുക്കിൽ വാക്കുകൾ മുങ്ങിപ്പോകുന്നു. പകരം ജീവനും സ്നേഹവും നൽകിയ അമ്മയുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കാഴ്ചയിൽ അങ്ങനെ നോക്കിയിരുന്നു പോവുകയാണ് ഞാൻ. അമ്മ കൈനീട്ടി എൻ്റെ കവിളിൽ തലോടി. പിന്നെ മുടിയിഴകളിൽ. ഉറങ്ങുകയാണെന്ന് ഞാൻ മറന്നുപോയിരിക്കുന്നു. ഉണർന്നിരിക്കുന്നത് പോലെ അനുഭവിക്കാൻ കഴിയുന്നത്ര യഥാർത്ഥമായ ഒരു തലോടൽ. അമ്മ മൃദുവായി എന്തോ പറയുന്നുണ്ട്. നിന്റെ ലോകത്ത് ഞാനില്ലെങ്കിലും എൻ്റെ സ്നേഹം നിലനിൽക്കുന്നുണ്ട്. അതെ, അതാണ് പറഞ്ഞത്. ഇത്തവണ ഞാനത് കേട്ടിരിക്കുന്നു, വ്യക്തമായി തന്നെ. അമ്മേ. പുറത്തെ ശക്തമായൊരു ഇടിയൊച്ചയ്ക്കൊപ്പം ഞാൻ ഞെട്ടി ഉണർന്നു. സ്വപ്നം മാറി. എൻ്റെ മുറിയുടെ പരിചിതമായ ചുറ്റുപാടിലാണ് ഞാൻ. എല്ലാം മറഞ്ഞിരിക്കുന്നു. ആ വീട്, അമ്മ, തടിമേശ, എൻ്റെ പ്രിയപ്പെട്ട വിഭവങ്ങൾ, ആ തലോടൽ,
നോട്ടം, എല്ലാം. മഴ അപ്പോഴും ജനലരിയിലുണ്ട്. വാഴയിലയിൽ പഴയതിനേക്കാൾ ശക്തിയിൽ അത് പതിക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദം കൂടിയിരിക്കുന്നു. അമ്മ ഇപ്പോൾ വീണ്ടും ഒരു ഓർമ്മയായിരിക്കുന്നു. ഒരു സ്വപ്നത്തിൻ്റെ രൂപത്തിൽ എന്നെ കാണാനെത്തിയ ആ സാന്നിധ്യം. ഭൂതകാലത്തിൽ നിന്നുള്ള ഏതോ ഒരു സന്ദേശം എന്നിലേക്ക് പകരുന്നത് പോലെ ആ മഴയിലും നിശ്ചലത നിറഞ്ഞ മുറിയിലും ഒരു മിന്നാമിനുങ്ങ്. പതിയെ ഉറക്കം എന്നെ തഴുകുകയാണ് വീണ്ടും. സ്വപ്നങ്ങളില്ലാതെ ശാന്തമായി പതിയെ പതിയെ ഗാഠമായൊരുറക്കം. പുലർച്ചെ കണ്ണു തുറന്നപ്പോൾ പെരുമഴ വെറുമൊരു ചാറലായി മാറിയിരിക്കുന്നത് ജനലിലൂടെ കണ്ടു. ഇന്നലെയുടെ രാത്രി ആഴമുള്ളതായിരുന്നു. പുറത്തെ മഴപ്പെരുക്കത്തിലും അതിശാന്തവുമായിരുന്നു. ഒരുപക്ഷെ എനിക്ക് മാത്രം. അനശ്വരമായ സംശുദ്ധമായ എന്തോ ഒന്ന് സ്പർശിച്ചതുപോലെ മനസ്സിലൊരു സമാധാനബോധം കൈവന്നിരിക്കുന്നു. കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ തോന്നുന്നതേയില്ല. ആ സ്വപ്ന സാന്നിധ്യത്തിൻ്റെ ശേഷിപ്പ് പോലെ ഒരു സുഗന്ധം മുറിയിൽ നിറഞ്ഞിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചുപോയവരുടെയും ലോകങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി മഴ അതിൻ്റെ സംഗീതം തുടരുകയാണ്. മൃദുവായി, വളരെ മൃദുവായി.